ഇന്നലെ വൈകിട്ട് 3:30ഓടെയായിരുന്നു സംഭവം. റോഡരികിലൂടെ നടന്നു പോവുകയായിരുന്ന വാസുദേവനെ മകൻ കാറിലെത്തി ഇടിച്ചിടുകയായിരുന്നു. നിർത്താതെ പോയ കാർ നാട്ടുകാർ പിന്തുടർന്നു. ഇതിനിടയിൽ പ്രതി സുദേവ റോഡരികിൽ കാർ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു. ഇന്ന് പുലർച്ചെയോടെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്നാണ് പ്രതിയെ പോലീസ് പിടികൂടുന്നത്. ഇയാൾക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു. കുടുംബ വഴക്കാണ് ആക്രമണത്തിന് കാരണം. പരിക്കേറ്റ 65-കാരനായ വാസുദേവൻ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. അപകടനില തരണം ചെയ്തിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം. അരുൺ അമൃതനാഥാണ് നമ്മുടെ കൂടെയുള്ളത്. അരുൺ, വളർത്തി വലുതാക്കിയ അച്ഛനല്ലേ എന്തിനാണ് ഈ ക്രൂരത ചെയ്തത് എന്നുള്ളൊരു ചോദ്യത്തിനൊന്നും ഈ ഒരു കാലത്ത് പ്രസക്തിയില്ല. കാരണം അങ്ങനെയുള്ള സംഭവങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. എന്താണ് സംഭവിച്ചത്? ഇങ്ങനെ ഒരു ക്രൂരത അച്ഛനോട് ആ മകൻ ചെയ്തത് എന്തിനാണ്? പൂജ, സാധാരണ നമ്മൾ ഈ തത്സമയ റിപ്പോർട്ടറിൽ വരുമ്പോൾ ഈ മനുഷ്യബന്ധങ്ങളുടെ സ്നേഹത്തിൻ്റെയോ ഇഴയടുപ്പത്തിൻ്റെയോ ഒപ്പം തന്നെ ഈ കൗതുകം ഉണർത്തുന്ന വാർത്തകളൊക്കെയാണ് അധികവും നമ്മൾ അവതരിപ്പിക്കാറ്. പക്ഷേ ഇത്തരത്തിലുള്ള വേദനയുണ്ടാക്കുന്ന വാർത്തകൾ കൂടി പറയേണ്ടി വരുന്നു എന്ന്, അതും ഇത്തരം സംഭവങ്ങളൊക്കെ പറയേണ്ടി വരുന്നു എന്നത് ദൗർഭാഗ്യകരം തന്നെയാണ്. സ്വന്തം അച്ഛനെയാണ് ഈ മകൻ കാറിടിപ്പിച്ച് കൊല്ലാൻ ഒരു ശ്രമം ഉണ്ടായത്. സാധാരണ സ്ഥിരം ഇവർ ഒരു കുടുംബ വഴക്കുണ്ടാകുന്നു, ഇവർ തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നു എന്നൊക്കെയാണ് നാട്ടുകാർ പറഞ്ഞത്. ഇന്നലെ വൈകിട്ടായിരുന്നു ഈ ഒരു സംഭവം നടക്കുന്നത്. റോഡരികിലൂടെ ഈ വാസുദേവൻ, 65 വയസ്സുകാരനായ വാസുദേവൻ നടന്നു വരികയാണ്. അപ്പോഴാണ് ഈ മകൻ സുദേവ് കാർ ഇടിച്ച് നിർത്താതെ മുന്നോട്ട് പോവുകയായിരുന്നു. ഇത് കണ്ട് നാട്ടുകാർ കാർ പിന്തുടർന്നു. ഇതിനിടെ സുദേവ് കാർ ഉപേക്ഷിച്ച് പിന്നെ രക്ഷപ്പെടുകയായിരുന്നു. ഏതോ സുഹൃത്തിന്റെ വീട്ടിൽ പോയി താമസിക്കുകയായിരുന്നു. പോലീസ് ഇന്നലെ രാത്രി തൊട്ട് തന്നെ വണ്ടൂർ പോലീസ് അന്വേഷണം തുടങ്ങി. അങ്ങനെ പുലർച്ചയോടെ തന്നെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് ഈ പ്രതിയായ മകനെ പിടികൂടുകയായിരുന്നു, കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഇദ്ദേഹത്തിന്റെ നില തൃപ്തികരമാണ്, പരിക്കേറ്റിട്ടുണ്ട്. എന്തായാലും തൃപ്തികരമാണ് എന്നുള്ളത് തന്നെയാണ് ആശുപത്രിയിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചത്. ഇതാണ് നടന്ന സംഭവം. പക്ഷേ അതിനുണ്ടാക്കുന്ന ഒരു ആഘാതം, സ്വന്തം മകൻ ഒരച്ഛനെ കൊല്ലാൻ ശ്രമിക്കുന്നു, അതും കാറിടിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നു എന്നൊക്കെ ഒരു ബന്ധത്തിനെ തന്നെ ചോദ്യം ചെയ്യുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞു, രണ്ട് വൈരുദ്ധ്യങ്ങളാണ് ആത്മബന്ധങ്ങളുടെ കഥ നമ്മൾ പറയുമ്പോഴും ഇത്തരത്തിൽ ആ ബന്ധത്തെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള വാർത്തകളും റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് വേദനയാണ്. ഇന്നലെ തന്നെയാണ് നമ്മളൊരു വയോധികൻ ക്രൂരമർദ്ദനത്തിന് ഇരയാവുന്ന ദൃശ്യങ്ങളും കണ്ടത് മലപ്പുറത്ത് നിന്ന് തന്നെ. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ വേദനയുണ്ടാക്കുന്ന അനിഷ്ട സംഭവങ്ങളാണ്. അങ്ങനെ തന്നെയാണ്. കാരണം ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ് കാര്യം. സ്വന്തം അച്ഛനും അമ്മയും അല്ലേ, എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഒരു മകനാണോ മകളാണോ എന്നുള്ള ചോദ്യത്തിനൊന്നും ഇപ്പൊ അങ്ങനെ ഒരു പ്രസക്തിയുമില്ല. അടുത്തുള്ള രക്തബന്ധങ്ങളെയും അടുത്തുള്ള ബന്ധുക്കളെ പോലും ഈ രീതിയിൽ ക്രൂരമായി കൈകാര്യം ചെയ്യുന്ന കുറെ ആൾക്കാർ ഇങ്ങനെ നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? ശരി അരുണേ.